അബ്ദുൽ കലാം ആസാദ് അനുസ്മരണ പ്രഭാഷണം നടത്താൻ വന്നു. ജവഹർലാൽ നെഹ്റു ക്ഷണിച്ചിട്ടാണ് വന്നത്. അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് റോമ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഒരു രാജ്യമാണ് പോളണ്ട്. ആ പോളണ്ട് 1915, 16, 17 കാലഘട്ടത്തിൽ റഷ്യ ആക്രമിച്ചു. റഷ്യയുടെ ആക്രമണത്തിൽ പോളണ്ട് തകർന്നു. എന്നിട്ട് റഷ്യയിലും ക്രിസ്തുമതമുള്ളൂ, പക്ഷെ ഓർത്തഡോക്സ് വിഭാഗമാണ്. റഷ്യക്കാരെന്ത് ചെയ്തു? കത്തോലിക്ക പള്ളികളെല്ലാം അടിച്ചു തകർത്തിട്ട് ഓർത്തഡോക്സ് പള്ളി, രണ്ടും ക്രിസ്ത്യൻ പള്ളിയാണ്, ബൈബിളാണ്, ക്രിസ്തുവാണ് ആരാധ്യ ദേവത, ആ പള്ളിയെ തകർത്ത് ഓർത്തഡോക്സ് പള്ളി സ്ഥാപിച്ചു. ഇദ്ദേഹം ഡൽഹിയിൽ പ്രസംഗിച്ചതാണ്. ആര്? ഈ ആർണോൾഡ് ടോയിൻബി എന്ന് പറയുന്ന ആൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 2-3 കൊല്ലം കഴിഞ്ഞ് പോളണ്ടിന് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടി. സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയപ്പോ അവരെന്ത് ചെയ്തു? റഷ്യക്കാര് പണിത ക്രിസ്ത്യൻ പള്ളി പൊളിച്ചിട്ട് പോളണ്ടുകാർ സ്വന്തം ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചു. അത് രണ്ടും ക്രിസ്ത്യൻ പള്ളിയാണ്. പിന്നെ എന്തിനാണ് അവരത് ചെയ്തത്? റഷ്യക്കാര് പള്ളി പണിതത് മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പോളണ്ടുകാരുടെ അധികാരികൾ ഭരണം നടത്തുന്നത് ഞങ്ങളാണ്, നിങ്ങൾ അടിമകളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് റഷ്യക്കാർ അവിടെ പള്ളി കെട്ടിയത്. നിങ്ങളുടെ അടിമത്തം ഞങ്ങൾ ഇതാ ഉപേക്ഷിച്ചു കഴിയുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പോളണ്ടുകാർ റഷ്യക്കാരുടെ പള്ളി പൊളിച്ചിട്ട് പോളണ്ടുകാർ സ്വന്തം പള്ളി പണിതത്. ഇത് പ്രസംഗിച്ചിട്ട് ടോയൻബി എന്ന് പറയുന്ന ആള് ചോദിക്കുന്നത്, നിങ്ങളുടെ നാട്ടിൽ കുറെ ക്ഷേത്രങ്ങൾ പണ്ട് പൊളിച്ചിട്ടുണ്ടല്ലോ, അയോധ്യയും മധുരയും കാശിയും സോമനാഥവും എന്ന് വേണ്ട എത്രയോ ക്ഷേത്രങ്ങൾ, അതോ ആയിരക്കണക്കിനുണ്ട്, വേണ്ട മഹാക്ഷേത്രങ്ങൾ കുറെ പൊളിച്ചു കളഞ്ഞിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ പൊളിച്ച സാധനം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും മാന്യത ഇല്ല എന്ന് ഞാൻ കരുതിയില്ല, നിങ്ങൾ ഇത്രയും സങ്കുചിതരാണെന്ന് ഞാൻ കരുതിയില്ല എന്നാണ് അദ്ദേഹം ഡൽഹിയിൽ വന്ന് ഭാരതീയരോട് പ്രസംഗിച്ചത്. നിങ്ങൾ ഈ മറ്റുള്ളവൻ അടിച്ചേൽപ്പിച്ച സാധനം ചുമന്നുകൊണ്ട് നടക്കുന്നു, അഭിമാനമാണെന്ന് പറഞ്ഞുകൊണ്ട്, നാണമില്ലേ എന്ന് ചോദിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. അതുകൊണ്ട് രാമക്ഷേത്രം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞെന്നാൽ അത് വേറെ ആരോടെങ്കിലും ഉള്ള ഒരു വിരോധം കൊണ്ടല്ല, പിന്നെയോ നമ്മളെ കീഴടക്കി അധീനപ്പെടുത്തി പരാജയപ്പെടുത്തി എന്നുള്ള അടയാളമാണ് നമ്മൾ മാറ്റിയത്. അതുകൊണ്ടാണ് 1948 ഭാരത സർക്കാർ, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഭാരത സർക്കാർ ഒരു അമ്പലം പണിതു. മോദി അല്ല ആദ്യമായി അമ്പലം പണിക്ക് നേതൃത്വം കൊടുക്കുന്നതോ അവിടെ പോകുന്നതോ. ഭാരത സർക്കാർ ആദ്യമായി ക്ഷേത്രം ഏറ്റെടുത്ത് പുതുക്കി പണിതത് സോമനാഥ ക്ഷേത്രമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അത് ചെയ്തത്. അതിന്റെ ഉദ്ഘാടനത്തിന് പോയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഉദ്ഘാടനം നടത്തുന്നു, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അമ്പലം പുതുക്കി പണിയുന്നു. 48, 49 കാലത്ത് KM മുൻഷി, സർദാർ പട്ടേലൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇത് പുതിയ കാര്യമല്ല ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്നർത്ഥം. ഈ ക്ഷേത്രം, തകർക്കപ്പെട്ട ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള ശ്രമം ഞാൻ പറഞ്ഞല്ലോ 1528 തൊട്ട് ആരംഭിക്കുകയാണ്. 1528 മുതൽ അന്ന് തൊട്ട് 78 തവണ യുദ്ധം നടത്തി. അതിൽ 2 തവണ ബ്രിട്ടീഷുകാരോടാണ്, 76 തവണയും മുഗളന്മാരോട്, ബാബർ മുതൽ ഇന്ന് അക്ബറും ഔറംഗസീബും ഒക്കെയുള്ള ആൾക്കാരോടാണ് 76 തവണ യുദ്ധം നടത്തിയത്. 10,000-കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ യുദ്ധം നടത്തിയവരാരും ഇവിടെ ഇരിക്കുന്ന നമ്മളെ പോലെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിലോ അല്ലാത്തവരായിരുന്നില്ല. ഒരു RSS, BJP, വിശ്വ ഹിന്ദു പരിഷത്തോ ഒന്നും അല്ലല്ലോ. ഈ യുദ്ധം നടത്തിയവരാരും നാട്ടുകാരല്ലേ. അവരുടെ ആരാധനാലയം, അവരുടെ ക്ഷേത്രം വീണ്ടെടുക്കുവാൻ നടത്തിയ യുദ്ധം. അതുകൊണ്ട് ഈ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ടവരല്ലല്ലോ, ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരല്ലല്ലോ, ഏതെങ്കിലും ഒരു മതത്തിൽ പ്രത്യേകം പെട്ടവരാണെന്ന് പറയാനും പറ്റില്ലല്ലോ. എനിക്ക് മതമില്ല എന്ന് പറയുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളെന്നുള്ള നിലയ്ക്കല്ല ഇത് ആഘോഷിക്കേണ്ടതും നമ്മൾ ഇതിനെ അഭിമാനത്തോടെ കാണേണ്ടതും. പിന്നെയോ അത് ഈ നാടിന്റെ മുഴുവൻ, അത് സമുദായ പിന്നെ KPMS ആയാലും NSS ആയാലും യോഗക്ഷേമ സഭ ആയാലും SNDP ആയാലും വിശ്വകർമ്മ സഭ ആയാലും ഏത് സംഘടനയായാലും, നമുക്ക് എത്രയോ സമുദായ സംഘടനകളുണ്ട്. അതിലേതെങ്കിലും ചില സമുദായ സംഘടനയുടെ അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ല, ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ മാത്രമല്ല, നമ്മുടെ നാടിന്റെ
സ്വാഭിമാനം വീണ്ടെടുത്തതിന്റെ പ്രാണപ്രതിഷ്ഠയാണ് നടക്കാൻ പോകുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞെന്നാൽ വെറുതെ ഒരു സ്വാതന്ത്ര്യമല്ല, 3 തരം സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. 1 കായിക സ്വാതന്ത്ര്യം, 2 മാനസിക സ്വാതന്ത്ര്യം, 3 ആത്മീയ സ്വാതന്ത്ര്യം. നമുക്ക് 1947 കിട്ടിയത് കായിക സ്വാതന്ത്ര്യമാണ്, ഭൗതികമായ സ്വാതന്ത്ര്യം. പക്ഷെ നമ്മൾ മാനസിക അടിമകളായിരുന്നു ഇപ്പോഴും എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ കീഴടക്കിയ സ്തംഭങ്ങളെയൊക്കെ അഭിമാനത്തോടെ കൊണ്ട് നടക്കുന്നത്. മറ്റുള്ളവരുടെ ഭാഷയും വേഷവും ആചാരവും ആഘോഷവും ഒക്കെ അന്യ രാജ്യങ്ങളുടെ കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? നമ്മൾ മാനസിക അടിമകളാണെന്നുള്ളത് കൊണ്ടാണ്, ആത്മീയമായി അടിമകളാണെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ 12:20 ശേഷം നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിന്റെ അർത്ഥം എന്താ? സ്വതന്ത്രം. ഭാരതത്തിന്റെ സ്വന്തം സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ ബ്രിട്ടീഷുകാരുടെ സ്വഭാവം അനുസരിച്ച് ജീവിക്കുന്നതിന് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയും. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭിമാനത്തിനോടുകൂടി ജീവിക്കുന്നതിന്, അതാണ് ഈ 12:30 നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ. അതായത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് നടക്കാൻ പോകുന്നത്. ധർമ്മരാജ്യത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. 78 തവണ എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ആ ശരാശരി 5-6 കൊല്ലത്തിനുള്ളിൽ ഒരു യുദ്ധം നടത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. 1528 മുതൽ 1936 വരെ നിങ്ങൾ 78 കൊണ്ട് ഹരിച്ചാൽ 5, ശരാശരി 5 വരിക. 5 കൊല്ലത്തിനൊരിക്കൽ ഈ യുദ്ധം നടത്തി സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും സന്യാസിമാരും എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും കാലത്ത് നമ്മളിത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ നമ്മുടെ പൂർവികന്മാർ? ഇത് ഇപ്പോഴോ BJP RSS അല്ല. ഈ 5 കൊല്ലത്തിനുള്ളിൽ ആദ്യമായി ബാബറിനോട് തന്നെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അക്ബർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന മഹാനായ അക്ബർ, ആ അക്ബറോട് യുദ്ധം നടത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത് അന്ന് തൊട്ട് വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, 1528 മുതൽ ഇന്നു വരെ അയോധ്യയിൽ ആരാധന മുടക്കിയിട്ടില്ല. ഇതും നമ്മൾ ഓർക്കണം. അമ്പലം തകർത്തപ്പോ പുറത്ത് ഒരു കയ്യാല വെച്ചിട്ട് 4 കല്ല് വെച്ച് മണ്ണ് കൂട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ രാമനുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് പൂജ നടത്തുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്, ആരാധന നടത്തുന്നുണ്ട്. 1528 മുതൽ 2024 ഈ ജനുവരി 22-ാം തീയതി ഈ നിമിഷം വരെ അയോധ്യയിൽ ആരാധന മുടങ്ങിയിട്ടില്ല, അയോധ്യയിലെ പൂജ മുടങ്ങിയിട്ടില്ല. അതാരാ നടത്തിയത്? അന്ന് ഏതെങ്കിലും സംഘടനയല്ലല്ലോ നടത്തിയത്. നമ്മുടെ പൂർവികന്മാർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഈ ആദ്യത്തെ യുദ്ധം നടത്തിയതിന് ഒരു സന്യാസി വിഭാഗമാണ്. ബാബ വൈഷ്ണവദാസ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് സന്യാസിമാരും ഭക്തജനങ്ങളെ കൂട്ടിപ്പോയിട്ട് ചിമട്ട എന്ന് പറയുന്ന ഒരു തരം ആയുധമുണ്ട്. നമ്മൾ ഈ കുക്കറിന്ന് കണ്ടിട്ടുണ്ടോ? ഈ ഗൂർഖകളുടെ കയ്യിൽ ഒരു തരം വളഞ്ഞ പിച്ചാത്തി കണ്ടിട്ടില്ല, കുക്കറിന്നാണ് പറയുന്നത്. അതുപോലത്തെ ഒരു പ്രത്യേക ആയുധമാണ് ചിമട്ട എന്ന് പറയേണ്ടി വരും. അത്തരം ആയുധവുമായിട്ട് തോക്കും സ്ഫോടക വസ്തുക്കളുമായി വരുന്ന ബാബറിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ ഈ കൊച്ചു പിച്ചാത്തിയായിട്ട് പോയിട്ടുണ്ട് സന്യാസിമാർ. ചാവെന്ന് അറിഞ്ഞോണ്ട പോണം, എന്നിട്ട് പോയില്ലേ. സന്യാസിമാരാണ് ആദ്യ യുദ്ധം നടത്തിയത്. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഈ 78 യുദ്ധം പറയാൻ പോയാൽ നമുക്കിവിടെ സമയം തികയത്തില്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ രാവണൻ ഭരണം നടത്തുന്ന, രാവണൻ കോട്ട കെട്ടിയിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് ഒരു ബലരാമാചാര്യ സ്വാമികൾ എന്ന ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ ക്ഷത്രിയന്മാരെയും വൈഷ്ണവരെയും അല്ലാത്തവരെല്ലാം അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊരു സന്യാസിയുടെ നേതൃത്വത്തിൽ ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഇത് ഓർക്കണം. ബാബറിന്റെ കാലത്ത് 6 തവണ, ഹുമയൂണിന്റെ കാലത്ത്, അക്ബറുടെ കാലത്ത്, ഔറംഗസീബിന്റെ കാലത്ത് 30 തവണ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് 2 തവണ ഈ യുദ്ധം നടത്തി. ഈ യുദ്ധങ്ങളെല്ലാം നടത്തിയിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. 1857 ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഒന്നാം സ്വാതന്ത്ര്യ സമരം. തെറ്റാണോ? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട്. വലിയ സ്വാതന്ത്ര്യ സമരം 1857 നടന്നിട്ടുണ്ട്. പക്ഷേ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഭാരതത്തിലേക്ക് ആദ്യമായി ഒരു വിദേശി കടന്നു വരുന്നത് BCE 326 അലക്സാണ്ടർ. അദ്ദേഹത്തിനെതിരെ നടത്തിയ യുദ്ധമാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം. 857 അതുകൊണ്ട് അത് വേറെ ചരിത്രം. പക്ഷേ 857 സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഒരു രാമചരൺ ദാസ് എന്ന് പറയുന്ന ഒരാളിന്റെ നേതൃത്വത്തിൽ അയോധ്യയിലെ ഹിന്ദുക്കളെ
മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യണം, അവർ പോയാലേ നമുക്ക് ക്ഷേത്രം വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തു. അവിടെ തന്നെ മുസ്ലിങ്ങളുടെ ഒരു നേതാവ് അമീർ അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം നേതാവ് മുസ്ലിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഇവരെല്ലാവരും, അതുകൊണ്ട് നമുക്കും കൂടി വേണ്ടിയിട്ടാണ് ഇവർ യുദ്ധം ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മളും യുദ്ധത്തിൽ പങ്കെടുക്കണം, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാ, അമ്പലം വിട്ടുകൊടുക്കണം ഹിന്ദുക്കൾക്ക്. പറയുന്നത് ആരാ? അമീർ അലി എന്ന മുസ്ലിം നേതാവാ പറയുന്നത്. ഹിന്ദുക്കൾക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കുന്നത് അവരാണല്ലോ, നമ്മൾ എന്തിനായിട്ട് പിന്നാലെ പോയി വഴക്ക് പിടിക്കുന്നത്? അതുകൊണ്ട് ക്ഷേത്രം വിട്ടുകൊടുക്കാം എന്ന് അന്ന് പറഞ്ഞു. ഇത് തിരിച്ചറിഞ്ഞ് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഇവരെല്ലാം കൂടെ ഒന്നിച്ചെന്നാൽ പിന്നെ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ 857 സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തി കഴിഞ്ഞ് ആദ്യം ചെയ്തത് അയോധ്യയിൽ പരസ്യമായി അമീർ അലിയെയും രാമചരൺ ദാസിനെയും പരസ്യമായി തൂക്കിക്കൊന്നു. കാരണം ഇവര് ജീവിച്ചിരുന്നാൽ ഇവരെല്ലാം കൂടി ഒന്നിച്ചു കഴിഞ്ഞെന്നാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ തൂക്കിക്കൊന്നു. എന്നിട്ട് മാത്രമല്ല 1885 ബ്രിട്ടീഷ് കോടതിയിൽ നമ്മുടെ ഒരാൾ കേസ് കൊടുത്തു, ഒരു ഹിന്ദു ഭക്തൻ കേസ് കൊടുത്തു, ഈ അമ്പലം വിട്ടുതരണം. ആ ബ്രിട്ടീഷ് ജഡ്ജി, ബ്രിട്ടീഷുകാരനാണല്ലോ ജഡ്ജി ആണെങ്കിലും പട്ടാളമാണെങ്കിലും ബ്രിട്ടീഷുകാരനാണ്, അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയൂ? അതങ്ങനെ വിട്ടുതരേണ്ടതാണ്, വാസ്തവത്തിൽ ക്ഷേത്രം ഹിന്ദുക്കളുടെയാണ്, അവർക്ക് വിട്ടുകൊടുക്കേണ്ടതുമാണ്. പക്ഷെ ഇപ്പൊ 356 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനി വിട്ടു തന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രം വിട്ടുകൊടുത്തില്ല എന്ന് മാത്രമല്ല, മതില് കെട്ടി രണ്ടാക്കി തിരിച്ചു. ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ രണ്ടാക്കാൻ ആദ്യം മതില് കെട്ടി അവര് ബ്രിട്ടീഷുകാര്. പിന്നീട് 1980 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 49 ഒരാൾ കേസ് കൊടുത്തു, നമ്മുടെ ഭാരതത്തിൽ ഒരാൾ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത സന്ദർഭത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്, ഇത് വിട്ടുകൊടുക്കേണ്ടതാണ് എന്ന് മാത്രമല്ല, ആരാധന അവിടെ ഹിന്ദുക്കൾ ആരാധന മുടക്കിയിട്ടില്ല, മുസ്ലിങ്ങൾ ആരാധന നടത്തിയിട്ടില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം 1936 അവസാനത്തെ യുദ്ധത്തിന് ശേഷം ഇന്നോളം മുസ്ലിങ്ങൾ ആരും അയോധ്യയിൽ എത്തിയിട്ടില്ല, അവിടെ പള്ളിയാണെന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഹിന്ദുക്കളുടെ തന്നെയാണ് ഈ ക്ഷേത്രം, ആരാധന നടന്നുകൊള്ളട്ടെ എന്നായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ജഡ്ജിയും വിധിച്ചത്. പക്ഷെ അപ്പോഴും അങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഈ സോമനാഥം പുതുക്കിയതുപോലെ ഇതാണ് പുതുക്കിയ പോലെയായിരുന്നു, എല്ലാ വഴക്കും ഉണ്ടായിരുന്നു, ആർക്കും ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ ഇപ്പൊ മിനിങ്ങാന്നൊരു പത്രത്തിൽ നിങ്ങൾ കണ്ടു, ജന്മഭൂമിയിലേക്ക് വന്നിരുന്നു, മിനിങ്ങാന്ന് പത്രത്തിലൊരു വാർത്ത, അവിടുത്തെ ഈ കേസ് കൊടുത്ത ഞങ്ങൾക്ക് പള്ളിയാണത് ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പ്രമാണി പണ്ട് കേസ് കൊടുത്തു, 49 50 മറ്റോ കേസ് കൊടുത്തു. അദ്ദേഹം ഒരു 5-6 കൊല്ലം മുമ്പ് മരിച്ചു. ഇപ്പൊ സുപ്രീം കോടതി കേസ് നടക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൻ ആ കേസുമായിട്ട് വീണ്ടും കോടതിയിൽ പോയിട്ടുണ്ട്, ഒരു കക്ഷി എന്നുള്ളവർക്ക് പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിനോട് പത്രക്കാർ പോയിട്ട് ചോദിച്ചു, അല്ല ഈ അമ്പലത്തിന് തൊട്ടടുത്ത അയോധ്യ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് എങ്ങനെയുള്ള വീട്? പത്രക്കാർ ഇങ്ങനെ കാണാൻ ചെല്ലുമ്പോൾ, രാത്രിക്കാണ് കാണാൻ ചെല്ലുമ്പോൾ ചാനലുകാരും ഒക്കെ കാണാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് കുറെ പേര് വട്ടത്തിൽ, നല്ല തണുപ്പാണ്, മുമ്പ് ചാനൽ പറയുന്നത് കേട്ടില്ലേ, കൊടിയ തണുപ്പാ, അതിനകത്ത് ഈ വടക്കേ ഇന്ത്യയിൽ തണുപ്പിന് ചൂട് കായാൻ വേണ്ടി വീടിനകത്ത് തന്നെ ഈ തീ കത്തിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. നമ്മളിവിടെ കരിയറ കുത്തി വെച്ച് കത്തിച്ച് പണ്ട് തണുപ്പ് മാറ്റിയതുപോലെ, പക്ഷെ അവിടെ വീടിനകത്ത് തന്നെയാണ്. അങ്ങനെ കത്തി ആ വീട്ടിൽ രാത്രി ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ മാത്രമല്ല 8-10 പേര് വട്ടത്തിലിരുന്ന് തീ കായുക, അതിനകത്തൊരു സ്വാമി ഇരിക്കുന്നു. ഏത് ഈ പള്ളിയാണ് ഞങ്ങൾക്ക് വിട്ടുതരേണ്ടതാണെന്ന് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കക്ഷി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്, ചൂട് ഈ തീ കായാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ലെ നിങ്ങൾക്ക് ഇത് വിഷമമൊന്നുമില്ല, അവിടെ ക്ഷേത്രം ഉണ്ടാക്കാൻ പോകില്ല? ഞങ്ങൾക്ക് എന്ത് വിഷമം? നിങ്ങൾക്ക് പുറത്തുള്ളവർക്കാ കുഴപ്പം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത്, ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ കക്ഷിയാണ്, എന്റെ അച്ഛൻ കക്ഷി ആയതുകൊണ്ട് ഞാനും കേസ് കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞാനും പോകും രാമക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക്. ഇന്ന് അദ്ദേഹം അവിടെയുണ്ട്, ഈ മുസ്ലിം നേതാവും അദ്ദേഹം ഈ സുപ്രീം കോടതിയിലെ കേസിന്റെ കക്ഷിക്കാരനായ മുസ്ലിമും പ്രാണപ്രതിഷ്ഠയുടെ അവിടെയുണ്ട്. നിങ്ങൾക്ക് ആ കുഴപ്പം, ഈ മലയാളികൾക്കും തമിഴന്മാർക്കും ഒക്കെ ആ പ്രശ്നം എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞ അന്ന് തൊട്ട് കേസ് നടക്കുന്നു. മുസ്ലിങ്ങൾ അടക്കം കല്യാൺ സിംഗ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 300 മുസ്ലിം പ്രമാണിമാർ, 300 പേര് പ്രമാണിമാരാണ്, നേതാക്കന്മാർ, അവരെഴുതി ഒപ്പിട്ട് കൊടുത്തു, ഞങ്ങൾ ഈ ക്ഷേത്രം വിട്ടുതരാൻ തയ്യാറാണ്, നാളെ ആരും മാറ്റി പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും പേരെഴുതി ഒപ്പിട്ട് കൊണ്ട് തരുന്നത്. എന്നിട്ടെങ്കിലും അത് ചെയ്യണ്ടേ? ചെയ്തേ ഇല്ല. അങ്ങനെ ചെയ്യാതെ ഇത് പോയിട്ടാണ് ഇപ്പോൾ ഈ എന്നിട്ട് തീർക്കാതിരിക്കാൻ പറഞ്ഞ കാരണം എന്താ? ഇത് തീർത്താൽ വലിയ കലാപം ഉണ്ടാവും.
അല്ലേ? പ്രശ്നം പരിഹരിച്ചെന്നാൽ വലിയ കലാപം ഉണ്ടാവുമെന്ന് പറഞ്ഞു. 2-3 കൊല്ലം മുമ്പ് വിധിച്ചല്ല സുപ്രീം കോടതി വിധിച്ചു. ഇത് അമ്പലം, രാമലല്ല ക്ഷേത്രം, അതിന്റെ ആ ജന്മഭൂമി എന്ന് പറയുന്ന സ്ഥലം ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടുവിടും, പള്ളി മറ്റൊരിടത്ത് പണിയണം എന്നിട്ട് പറഞ്ഞ് വിട്ടുകൊടുത്തു. എവിടെയൊരു കലാപം ഉണ്ടായോ? എവിടെയെങ്കിലും കലാപമുണ്ടോ? രാജ്യത്തോടത്ത് കലാപമുണ്ട്. ഇപ്പൊ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകും. എവിടെയെങ്കിലും കലാപം ഉണ്ടായോ? ഒരു കലാപമില്ല. ചില പത്രപ്രവർത്തകരുടെ ഇടയിൽ അവരുടെ മനസ്സിൽ കലാപം ഉണ്ടെന്നല്ലാതെ രാജ്യം മുഴുവൻ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. ആദ്യമായി ഈ പ്രശ്നം നമ്മൾ, അതായത് വിശ്വ ഹിന്ദു പരിഷത്തും സംഘവും ഒക്കെ ഏറ്റെടുക്കുന്നത് 1984-ലാണ്. 83-ൽ ഡൽഹിയിൽ കൂടിയ ഈ ധർമ്മ സംസദ് നമ്മൾ കേട്ടിട്ടില്ലേ, സന്യാസിമാരുടെ സഭ. ഡൽഹിയിൽ കൂടിയ സന്യാസിമാരുടെ സഭയിൽ വെച്ചിട്ട് സന്യാസിമാര് 500ഓളം 450 കൊല്ലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ക്ഷേത്രം വിട്ടുതരാൻ. സന്യാസിമാരുടെ സഭ കൂടിയിട്ട് പറഞ്ഞു, ഈ ക്ഷേത്രം വിട്ടുതരണം. എത്ര കാലമായി ചോദിക്കുന്നു, എത്ര യുദ്ധം നടത്തി, സ്വാതന്ത്ര്യം കിട്ടി അന്ന് തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ തരാൻ താമസം, തന്നുകൂടെ എന്ന് പറഞ്ഞ് അവരൊരു പ്രമേയം പാസാക്കി ക്ഷേത്രം വിട്ടുതരണം ദയവായി. അന്നേരവും വിട്ടുകൊടുക്കാൻ. അപ്പോഴാണ് വിശ്വ ഹിന്ദു പരിഷത്ത് കൂടിയത്. ഈ കൂടെ ധർമാചാര്യ സഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംഘവും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ കൂടി 1984-ൽ ശ്രീരാമ ജന്മഭൂമി മുക്തിയജ്ഞ സമിതി എന്നത് രൂപീകരിക്കുന്നത് 84-ലാണ്. അതുവരെയും ഇന്ന് നമ്മൾ ഓർക്കേണ്ട 2 ഭാഗമുണ്ട്. 2ാം ഭാഗം ഞാൻ രണ്ടാമത് പറയാം. ആദ്യ ഭാഗം 1528 മുതൽ 1936 വരെ 78 തവണ യുദ്ധം ചെയ്ത് സ്വർഗം പൂകിയ 10,000-കണക്കിന് നമ്മുടെ പൂർവികരും, കുട്ടികളും സ്ത്രീകളും വൃദ്ധജനങ്ങളും സന്യാസിമാരും നാട്ടുരാജാക്കന്മാരും ഇടപ്രഭുക്കന്മാരും കർഷകരും കൂലിത്തൊഴിലാളികളും അടക്കം അവരോട് നന്ദി പറയണം. ആ നന്ദിയോടുകൂടി വേണം നമ്മൾ പ്രാണപ്രതിഷ്ഠ കാണാൻ. പോരാ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിക്കണം. അവിടെ 500 കൊല്ലം മുൻപ് ഒരു ഗ്രാമത്തിൽ നിന്ന് യുദ്ധം നടത്താൻ പോയി രാമക്ഷേത്രം വീണ്ടെടുക്കാം. എന്നിട്ട് ആ ക്ഷേത്രം കിട്ടാതെ വന്നപ്പോൾ അവർ തീരുമാനിച്ചു, ഇനി മുതൽ ഈ ഗ്രാമത്തിലെ ആരും ക്ഷേത്രം വീണ്ടെടുക്കാതെ ചെരുപ്പ് ധരിക്കത്തില്ല, കൊട കൊണ്ട നടക്കത്തില്ല, കൊട ഉപയോഗിക്കത്തില്ല, അവിടേക്ക് തല കിട്ടുമല്ലോ, തലപ്പാവ് അണിയത്തില്ല എന്നാണോ ഈ ക്ഷേത്രം ഉണ്ടാകുന്നത്. അന്നു വരെ ഒരു ഗ്രാമം, നമുക്കൊരു വ്രതം എടുത്താൽ 41 ദിവസത്തെ വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോകണം, എത്ര പേരുണ്ടാവും? വലിയ പാടാ. 41 ദിവസം ഒരു വ്രതം കൊണ്ട് നടക്കാൻ. 5-10 ദിവസം വ്രതം എടുക്കാൻ എത്ര പാടാ. പിന്നെ നമ്മൾ ഏകാദശിക്ക് കഷ്ടിച്ച് 40-24 മണിക്കൂർ എന്ന് പറഞ്ഞ് തലേ ദിവസം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം കഠിനമായിട്ട് കഴിച്ചിട്ടൊക്കെ എങ്ങനെ ഒരു ഒപ്പിച്ചെടുക്കുക? ഒരു 24 മണിക്കൂർ അല്ലേ? നൂറ്റാണ്ടുകൾ ഈ പ്രതിജ്ഞ കൊണ്ട് നടന്ന വ്രതം മാറ്റ ആൾക്കാരെ നിങ്ങൾ മാനിച്ചു. അവർ നിരക്ഷരരാണ്, അവർ ദരിദ്രവാസികളാണ്, അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, സംസ്കാരമില്ല എന്ന് ആക്ഷേപിക്കപ്പെടുന്ന അവർ നൂറ്റാണ്ടുകളോളം ഒരു പ്രതിജ്ഞ കൊണ്ട് നടന്നത് പാലിച്ചു. അവരിന്നാണ് ചെരുപ്പിടാൻ പോകുന്നത്, അവരിന്നാണ് കുട പിടിക്കാൻ പോകുന്നത്, അവരിന്നാണ് തലപ്പാവണിയുന്നത്. ഇപ്പൊ അതിനു മുൻപ് എത്ര തലമുറകൾ, എത്ര കോടി മനുഷ്യർ മരിച്ചുപോയി ഈ പ്രതിജ്ഞയും പാലിച്ചുകൊണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഇത് തിരിച്ചു കിട്ടും. അവരാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമോ ഇതിങ്ങനെ കിട്ടുമെന്ന്? അങ്ങനെ ഒന്നും ഉണ്ടാകാതെ നൂറ്റാണ്ടുകളോളം ഈ വ്രതം പാലിച്ചു വന്ന ആൾക്കാരോട് മുഴുവൻ കൊല്ലപ്പെട്ട 1,80,000 പേരെന്നൊരു കണക്ക് പറയുന്നു കിട്ടും. അത്രയും പേരോടും നമ്മൾ നന്ദി പറയണം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ഈ കൊടുങ്ങൂർ വാഴൂർ ഗ്രാമത്തിന്റെ പേരിൽ, ഈ ക്ഷേത്രത്തല്ല, ഈ ചെർക്കടവ് ഗ്രാമത്തിന്റെ പേരിൽ, ഈ അമ്പലത്തിന്റെ പേരിൽ നമ്മൾ അവരോട് മുഴുവൻ നന്ദി പറയണം. വേണ്ട, ഇനി ചെർക്കടവെന്ന് ചുരുക്കേണ്ട, ഭാരതത്തിന്റെ പേരിൽ നമുക്ക് നന്ദി പറയാമല്ലോ. നമ്മൾ നന്ദിയുള്ളവരാണെന്ന് തെളിയിക്കണം. അത് തെളിയിക്കേണ്ടത് ഈ ധർമ്മരാജ്യ പ്രതിഷ്ഠ 12-12 ശേഷം നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഒരു രാമക്ഷേത്ര പ്രതിഷ്ഠ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ധർമ്മപ്രതിഷ്ഠയായിരിക്കണം. ധർമ്മത്തിന് വേണ്ടി ജീവിക്കുക, വേണ്ടി വന്നാൽ ധർമ്മത്തിന് വേണ്ടി മരിക്കുക. അതിനായിരിക്കണം നമ്മൾ മക്കളെ വളർത്തുന്നത്. എനിക്ക് വയസ്സാകുമ്പോൾ എനിക്കും ഭർത്താവിനും, അല്ല ഭർത്താവിനും ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും ചാപ്പാട് തരാൻ വേണ്ടി, അവരെ പരിചരിക്കാൻ വേണ്ടി മാത്രമാണ് മക്കളെ വളർത്തിയത്. അങ്ങനെ വിചാരിച്ചവരൊന്നും മക്കൾ കൂടെ ഇല്ലല്ലോ. ഇപ്പൊ അങ്ങനെ കുറെ പേരുടെ ഇരിപ്പില്ലേ?
എല്ലാവരും പോയില്ല മറ്റു മതദിക്കിലേക്ക്. അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ അവരുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ആ മക്കളുടെ ഉള്ളിൽ ധർമ്മബോധം ഉണ്ടായിരിക്കണം. അത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും. അത് രാമനാണ് അതിന്റെ മാതൃക. രാമനോട് അയോധ്യയിൽ വനവാസത്തിന് പോയ രാമനോട് അവിടെ ചിത്രകൂടത്തിൽ വെച്ച് രാമനെ വിളിച്ചുകൊണ്ടുവരാൻ പോയല്ലോ ഭരതനും കൊട്ടാരവാസികളും അമ്മമാരും എല്ലാം കൂടെ പോയത് നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. അവിടെ പോയി ഈ സങ്കടം പറച്ചിലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു മന്ത്രി, കുറെ മന്ത്രിമാരുണ്ട്, അതിലൊരു മന്ത്രി ജാബാലി എന്നാണ് മന്ത്രിയുടെ പേര്. ആ മന്ത്രി രാമനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല രാമ, ഏതായാലും അച്ഛൻ മരിച്ചു, നാട്ടുകാർക്ക് മുഴുവൻ രാമനെ മതി എന്നാണ് പറയുന്നത്. കൈകൈ മാതാവിനും കൂടി ഇപ്പൊ ഏതാണ്ട് സമ്മതമായിട്ടുണ്ട്. അവരെ മകനടക്കം ചീത്ത വിളിച്ചതോടുകൂടി ഇനി ഇതൊന്നും കേൾക്കണ്ട, വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ കൈകൈക്ക് അടക്കം അയോധ്യയിലെ മുഴുവൻ പൗരജനങ്ങൾക്കും മന്ത്രിമാർക്കും കൊട്ടാരവാസികൾക്കും ബന്ധുജനങ്ങൾക്ക് മുഴുവൻ രാമൻ തിരിച്ചു വന്നാൽ മതി എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അച്ഛനോ മരിച്ചാലും മരിച്ചു, അങ്ങയുടെ പേര് പറഞ്ഞു നിങ്ങളെന്താ കഷ്ടപ്പെടുന്നേ? ഇപ്പൊ നിങ്ങളെ മക്കളോട് ചോദിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികളിൽ, അച്ഛനും അമ്മയും സുഖമായിട്ട് ജീവിച്ചപ്പോ യാദൃശ്ചികമായി നിങ്ങൾ ജനിച്ചു പോയതാ, നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുത്ത് നിങ്ങളുടെ സുഖമൊന്നും കളയണ്ട എന്ന് കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ട് അറിയാം, ഞാൻ വെറുതെ പറയുന്നില്ല. അതുപോലെ രാമന്റെ കാലത്ത് മന്ത്രി പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും, അത് കേട്ടിട്ട് നിങ്ങൾ ആ മകൻ ഇത് പാലിക്കണം, തന്നെയല്ല മരിച്ച ആൾ പോവുകയും ചെയ്യും. ഈ ശ്രാദ്ധം വ്രതം പൂജ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആൾക്കാരെ പറ്റിക്കണം, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് ജാബാലി പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചു വരിക രാമ എന്ന് ജാബാലി പറഞ്ഞത് കേട്ട് രാമൻ തിരിച്ചു പോയിരുന്നെങ്കിൽ അവിടെ രാമക്ഷേത്രം വേണ്ടി വരുമായിരുന്നോ? നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരുന്ന് രാമനാമം ജപിക്കേണ്ട കാര്യം വരുമായിരുന്നോ? രാമൻ ചരിത്രത്തിലുണ്ടാകുമായിരുന്നോ? ആരെങ്കിലും അറിയുമായിരുന്നോ? പിന്നെ എന്തുകൊണ്ടാ രാമൻ ആരാധ്യനായി മാറിയത്? നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ രാമായണത്തിൽ സങ്കടം അനുഭവിച്ചത് സീതയാണെന്നല്ലേ? അല്ല, സീത സ്വർഗസുഖം അനുഭവിച്ചിട്ടുണ്ട് രാമന്റെ കൂടെ കഴിഞ്ഞ്. ഏറ്റവും സങ്കടം അനുഭവിച്ച ആള് രാമനാണ്. അച്ഛനെ ഉപേക്ഷിക്കേണ്ടി വന്നവർ, അച്ഛന്റെ വാക്ക് കേട്ടിട്ട് പോരേണ്ടി വന്ന രാമൻ, കൊട്ടാരം ഉപേക്ഷിക്കേണ്ടി വന്ന, അച്ഛനെ മാതാപിതാക്കളെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന രാമൻ അനുഭവിച്ച ദുഃഖം, കാട്ടിൽ വെച്ച് ധർമ്മപത്നിയെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം, സഹോദരൻ അനുഭവിക്കുന്ന ദുഃഖം, അത് കഴിഞ്ഞ് സീതയെ വീണ്ടും ഉപേക്ഷിക്കേണ്ടി വരും. ദുഃഖങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു രാമൻ. കാട്ടില് സീതയെ അന്വേഷിച്ചു പോകുന്ന രാമനുണ്ട്, അതൊക്കെ വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ആ രാമൻ ആരാധ്യനായി മാറിയത്, ഞാൻ ജാബാലിയോട് പറഞ്ഞു, ഞാൻ താങ്കളുടെ വാക്ക് കേട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോന്നാൽ എന്നെ അനുസരിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന ആൾക്കാരൊക്കെ തെറ്റായ വഴിയിലൂടെ പോകും, പിഴച്ച വഴിയിലൂടെ പോകും ജാബാലി. അതുകൊണ്ട് ഞാൻ അച്ഛന്റെ വാക്ക് തന്നെയാണ് പാലിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ രാമനും രാമക്ഷേത്രവും ഒക്കെ നമുക്ക് മാതൃകയായി മാറിയത്. ഈ രാമക്ഷേത്രം വീണ്ടെടുക്കാൻ 4.5 നൂറ്റാണ്ട് കാലം യുദ്ധം നടത്തിയിട്ടും കിട്ടാതെ വന്ന് പിന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ സന്യാസിമാർ യുദ്ധം നടത്താൻ തയ്യാറായപ്പോഴാണ് യുദ്ധം വേണ്ട, ഞങ്ങൾ ഏറ്റെടുക്കാം. സന്യാസിമാർ യുദ്ധം നടത്തുന്നത് എപ്പോഴാണ്? മറ്റാരും ചെയ്യാൻ തയ്യാറാകാതെ വരുമ്പോഴാണ്. അല്ലെങ്കിൽ അവര് തപസ്സും ധ്യാനവുമായിട്ടിരുന്നാൽ പോലെ. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, ഗൃഹസ്ഥന്മാര്, ഭൗതിക ജീവിതം നയിക്കുന്നവർ വേണം ധർമ്മം രക്ഷിക്കാൻ, അവര് വേണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ. അത് തയ്യാറാകാതെ വന്നപ്പോൾ ആയുധമെടുത്തു സന്യാസിമാർ അയോധ്യ വീണ്ടെടുക്കാൻ. സ്വാതന്ത്ര്യാനന്തരം 1983 സന്യാസിമാർ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ ഇതാ ഇറങ്ങാൻ പോകുന്നു, ജീവൻ ബലി കൊടുത്തും അയോധ്യ വീണ്ടെടുക്കും. അപ്പോഴാണ് വിശ്വ ഹിന്ദു പരിഷത്തും സംഘവും പറഞ്ഞത്, അത് വേണ്ട, ഞങ്ങളായിക്കോളാം എന്ന് പറഞ്ഞ് രാമ ജന്മഭൂമി മുക്തി യജ്ഞ സമിതി തുടങ്ങുകയും ഏകാത്മതാ രഥയാത്ര, ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ കോട്ടയത്ത് ഏകാത്മതാ രഥയാത്ര സ്വീകരിക്കാൻ പോയവരുണ്ടാവും? ഇവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ജാനകി രാമരഥയാത്ര കോട്ടയത്ത് വന്ന് അതിലൊക്കെ അമ്പലത്തിന്റെ മുമ്പിൽ സ്വീകരിക്കാൻ പോയവരിവിടെ ഉണ്ടാവും, അമ്മച്ചിമാരും ആ കാർമ്മമാരും ഒക്കെ ഉണ്ടാവും. രാജ്യം മുഴുവൻ ഏകാത്മതാ യാത്ര നടത്തി. രാമൻ എന്ന സങ്കല്പത്തെ മുന്നിൽ നിർത്തി രാജ്യത്തിനെ ഏകീകരിക്കുവാനുള്ള യാത്ര നടത്തി. രാമസീത യാത്ര നടത്തി. അങ്ങനെയുള്ള യാത്രകളൊക്കെ നടത്തി. ഇടക്കിടക്ക് സന്യാസിമാര് പലയിടത്തും കൂടും, പറയും ക്ഷേത്രം വിട്ടു തരിക, പറ്റത്തില്ല. മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാം, അല്ല അത് കൊടുക്കണ്ട, കൊടുത്താൽ പ്രശ്നം തീരുമല്ലോ, പ്രശ്നം തീർന്നാൽ സമാധാനം വരുമല്ലോ.
സമാധാനം തീർന്ന പിന്നെ എന്ത് പറഞ്ഞിട്ട് രാഷ്ട്രീയം പറയും? അതുകൊണ്ട് കൊടുക്കാൻ തയ്യാറായില്ല. 88-ൽ ധർമാചാര്യ സഭ വീണ്ടും കൂടിയിട്ട് പറഞ്ഞു ക്ഷേത്രം വിട്ടുതരണം. ഞങ്ങൾ ഏതായാലും ക്ഷേത്രത്തിന്റെ ശിലാന്യാസം, പ്രതിഷ്ഠ, കല്ല് സ്ഥാപിക്കാൻ പോവുകയാണ്, തറക്കല്ലിടാൻ പോവുകയാണ്. 89-ൽ ഒക്ടോബർ 30 ഞങ്ങള് നവംബർ 10 89 നവംബർ 10 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഞങ്ങൾ ശിലാന്യാസം നടത്തും എന്ന് സന്യാസിമാർ പറഞ്ഞു. അതിനുവേണ്ടി രാജ്യം മുഴുവൻ തയ്യാറായി. അദ്വാനി രഥയാത്ര നടത്തി. ജനങ്ങൾ മുഴുവൻ രാമക്ഷേത്രം വേണം എന്ന ആവശ്യത്തിന് മുൻകൈയെടുത്തു. അവിടെ ശിലാന്യാസം നടത്താൻ പോയി. തർക്കസ്ഥലത്തിന് പുറത്ത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നും ഈ ഇന്നത്തെ പോലത്തെ ഗവൺമെന്റ് അല്ല. പക്ഷെ അവർ തടഞ്ഞില്ല. കാരണം തർക്കമില്ലാത്തടത്താണ് ശിലാപൂജ. ആ ശിലാസ്ഥാപനം നടത്തിയത് കാമേശ്വർ ചൗപ്പാൽ എന്ന് പറയുന്ന ഒരു ഹരിജൻ യുവാവാണ്. എന്റെ ആദ്യ ബ്രാഹ്മണരുണ്ടായിരുന്നില്ലേ? സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നില്ലേ? വലിയ വലിയ രാജാക്കന്മാർ, പ്രമാണിമാരുണ്ടായിരുന്നില്ലേ? എന്തിനാണ് ഈ രാമേശ്വർ ചൗപ്പാൽ എന്ന ഹരിജൻ എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടിട്ടത്? ആൾക്കാരുടെ ഉള്ളിൽ അപ്പോഴും കുറെയൊക്കെ ജാതിയുണ്ട്. രാമകാര്യത്തിൽ ജാതിയില്ല. രാമൻ ധർമ്മത്തിന്റെ മുമ്പിൽ ജാതിയും മതവും ഇല്ല, ധർമ്മമേ ഉള്ളൂ, ഉച്ചനീചത്വമില്ല എന്ന് രാമക്ഷേത്രവും രാമന്റെ സങ്കല്പവും ധർമ്മരാജ്യം എന്ന് പറഞ്ഞാൽ, രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഉച്ചനീചത്വമില്ലാത്ത രാജ്യം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് കാമേശ്വർ ചൗപ്പാലിനെ കൊണ്ട് അവിടെ ഈ ശിലാന്യാസം നടത്തിയത്. ഇവിടെ ഉണ്ടാവുന്ന കർക്കടവിന് ശിലാപൂജ നടത്തിയിരുന്നോ? വീടുകളിൽ കൊണ്ടുപോയി രാമശില വീടുകളിൽ കൊണ്ടുപോയി. നമ്മൾ ചില വീടുകളിലൊക്കെ കൊണ്ടുപോകാൻ പേടിച്ചല്ല, സംശയിച്ച് അവർ സമ്മതിച്ചില്ലെങ്കിലോ എതിർത്താലോ എന്ന് വിചാരിച്ച് ചില വീട്ടിൽ കൊണ്ടുപോയില്ല. അപ്പൊ അവർ വിളിച്ചു അതിന് ഞങ്ങളുടെ വീട്ടിൽ വരാത്ത എന്നും പറഞ്ഞ് എല്ലാ ഹിന്ദു വീടുകളിലും രാമശില പൂജിച്ച് അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടാണ് അയോധ്യയിലേക്ക് ഇത് കൊണ്ടുപോയത് 89. അത് കഴിഞ്ഞ് വീണ്ടും പ്രഖ്യാപിച്ചു 89 90 ആ തുടക്കത്തിൽ പറഞ്ഞു ക്ഷേത്രം വിട്ടുതരണം. ഇതിനിടയ്ക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ കേസ് എടുക്കുന്നുണ്ട്. വിട്ടുതരണം. അങ്ങനെ വിട്ടുതരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസിമാര് പറഞ്ഞു 90 ഒക്ടോബർ 30 ക്ഷേത്രം പണി ഞങ്ങൾ ആരംഭിക്കും, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ. അതിനു മുമ്പ് സമ്മതിക്കണം എന്ന് പറഞ്ഞു. സമ്മതിക്കാൻ തയ്യാറല്ല. 90 ഒക്ടോബർ 30 ജനങ്ങൾ മുഴുവൻ കൂടി. അന്ന് മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് എന്ന് പറയുന്ന ഒരാൾ 7 തവണയാണ് അയോധ്യക്ക്, ഈ അമ്പലത്തിന് ചുറ്റുമല്ല, അയോധ്യ നഗരത്തിനു ചുറ്റും 7 ചുറ്റുവേലി കെട്ടി. എങ്ങനത്തെ വേലി? ഇതുപോലത്തെ ഇരുമ്പ് തൂണ് കൊണ്ട് 7 ചുറ്റുവേലി. സരയൂ നദിയുടെ തീരത്തും സരയൂ നദിയുടെ ഭാഗത്ത് വൈദ്യുതി ലൈൻ. എന്തിനാ? വെള്ളത്തിലൂടെ മുങ്ങിയിട്ട് ആരെങ്കിലും വന്നാൽ അവരെ കറണ്ടടിച്ച് ചാവണം, ഇങ്ങോട്ട് കയറരുത് അയോധ്യയിലേക്ക്. അതിനുവേണ്ടി വൈദ്യുതി വേലി ഒക്കെ തീർത്തു. കരസേവക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെത്തി. നമ്മുടെ കടവിൽ നിന്നും പോയവരുണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ കരസേവകര്? ഇവിടെ വന്നിരിക്കുന്നവര് ഉണ്ടാവില്ല, പക്ഷെ ഇവിടുന്നും പോയിട്ടുണ്ട്. കരസേവകര് പോയി, അയോധ്യയിൽ പോയി. ഒക്ടോബർ 30 വേലികള് തലേ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, നാളെ ഒക്ടോബർ 30 അയോധ്യയിലേക്ക് ഒരീച്ച കടന്നു വരണമെങ്കിൽ എന്റെ അനുവാദം വേണം, മുഖ്യമന്ത്രിയുടെ അനുവാദം വേണം ഒരീച്ച കടക്കണമെങ്കിൽ. പക്ഷേ 30 രാവിലെ എവിടെ നിന്നറിയില്ല കരസേവകന്മാർ അയോധ്യയിലേക്ക് ഇങ്ങനെ, ഈ പൈഡ് പൈപ്പറിന്റെ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ കുഴല് വിളിച്ചപ്പോ മാളങ്ങളിൽ നിന്ന് എലികളെല്ലാം ഇങ്ങനെ ഊത്ത പോലെ വന്നു എന്ന് പറയുന്നത് പോലെ എവിടെ നിന്നെന്നറിയാതെ ലക്ഷക്കണക്കിന് കരസേവകന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയവരടക്കം അയോധ്യയിലേക്ക് പോയി. ഉരുക്കുവേലികളെല്ലാം തകർന്നു പോയി. അത് ഇതിന്റെ മുകളിൽ കയറി, ഈ മണ്ഡപത്തിന്റെ മുകളിൽ കയറി 2 ചെറുപ്പക്കാർ കൊടി നാട്ടി. നിങ്ങൾ കണ്ടിരുന്നില്ലേ? നാണം കെട്ടുപോയ മുഖ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞ് ഭജന ഘോഷയാത്ര നടത്തുന്ന വേളയിൽ നേരെ ഇവിടെ നിങ്ങൾ ഭജനിപ്പ പാടില്ലേ, ഇതുപോലെ നേരെ മുമ്പിൽ വന്ന് നെഞ്ചത്ത് തോക്ക് വെച്ച് വെടിവെച്ചു, നെറ്റിയിൽ തോക്ക് വെച്ച് വെടിവെച്ച് കൊന്നു.
180-ലധികം ആൾക്കാർ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സരയുവിൽ കറണ്ട് അടിച്ചു മരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സരയൂ നദിയുടെ തീരത്ത് നിന്ന് ജഡം പൊറുക്കുമ്പോൾ ജഡമേത് ചെളിയേറ് എന്നറിയാതെ അസ്ഥികൂടങ്ങൾ കൈകൊണ്ട് വാരിയെടുത്തു നമ്മുടെ സഹോദരങ്ങൾ. ചെളിയോടുകൂടി മാംസം ചെളിയായി മാറി. ഓർക്കണം ഇന്നവരെ നമ്മൾ. അവരാണ്, അവരുടെ ജീവന്റെ കൂടി വിലയാണ് ഈ രാമക്ഷേത്രം. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടര് അവരാണ്. അവരോട് നന്ദി പറയുക. അവരുടെയൊക്കെ അമ്മ, സഹോദരി, ഒരു സഹോദരി പ്രതിജ്ഞ എടുത്തു. എന്റെ സഹോദരൻ കൊല്ലപ്പെട്ടത് കൊണ്ട് വിവാഹം അതിന്റെ സമയമായിരുന്നു. ആ വിവാഹം മാറ്റിവെച്ചിട്ടാണ് സഹോദരന്മാരുമായി തിരിച്ചു വന്നിട്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് ആ യുവതി പ്രഖ്യാപിച്ചു. ഒക്കെ എത്ര ആയിരക്കണക്കിന് വീടുകളിലെ അമ്മമാരുടെ ത്യാഗത്തിന്റെ, ആയിരക്കണക്കിന് വീടുകളിലെ കുട്ടികളുടെ സഹനത്തിന്റെ, ആയിരക്കണക്കിന് വീടുകളിലെ പുരുഷന്മാരുടെ ത്യാഗത്തിന്റെ, ജീവൻ ബലി കൊടുത്തതിന്റെ ഫലമാണ് അയോധ്യയിലെ ഈ ക്ഷേത്ര പ്രതിഷ്ഠ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അതിനെ തുടർന്നാണ് രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടായതും സുപ്രീം കോടതിയിൽ കേസ് പോയത്. ആ കേസ് കൊടുത്തു. ഇത് പണ്ടേ ചെയ്യാമായിരുന്നു. സുപ്രീം കോടതി വിധിച്ചു. വിധിക്കുകയല്ല ചെയ്തത്. അവരാദ്യം ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറഞ്ഞു, നിങ്ങൾ ഖനനം നടത്തും, ഇവിടെ കുഴിക്കുക. ആ പ്രദേശം മുഴുവൻ കുഴിച്ച് ഖനനം നടത്താൻ പറഞ്ഞു. തെളിവുകളുണ്ടോ, ക്ഷേത്രമാണോ ഇല്ലയോ എന്നറിയാം. എന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ചിലർക്ക് അറിയാം, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് സർവേ എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട്. അങ്ങനത്തെ ഒരു യന്ത്രമുണ്ട് ഈ സ്കാൻ ചെയ്യാവുന്ന. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ്, അതിന്റെ ഇടയിൽ ഒരു വാക്കും കൂടെ ഉണ്ട്, ആ വാക്യം മറന്നുപോയി. അത് ഇതിലെ കൂടി ഉരുട്ടിയാൽ 6 മീറ്റർ ആഴത്തിലുള്ള ഭൂമിക്കടിയിലുള്ള വസ്തുക്കൾ എന്താണെന്ന് സ്കാൻ ചെയ്ത് കാണാൻ പറ്റും. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ടും ആധുനിക ശാസ്ത്രം ഉപയോഗിച്ച് പരീക്ഷണം നടത്തി ഇതിന്റെ അടിയിൽ മുഴുവൻ ക്ഷേത്രങ്ങൾ, തൂണുകൾ, വിഗ്രഹങ്ങൾ എല്ലാം കണ്ടെടുത്തു. ശാസ്ത്രജ്ഞന്മാർ ഇത് സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കി. തെളിവുകൾ, ഇത് ക്ഷേത്രമാണ്, ഇതിന് വേറെ തെളിവ് വേണ്ട എന്ന് പറഞ്ഞു. സുപ്രീം കോടതി വിധിച്ചു. ആ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ, കയ്യേറിയിട്ടല്ല, ബലം പ്രയോഗിച്ചിട്ടല്ല, ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം നമ്മൾ വീണ്ടെടുക്കുകയും ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയല്ല, ശിലാന്യാസം 2020 ആഗസ്റ്റ് മാസം 5-ാം തീയതി നടത്തി. അന്ന് പറഞ്ഞു 3-4 കൊല്ലത്തിനുള്ളിൽ ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞു. അതിന്റെ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയാണ്. നിങ്ങളുടെയൊക്കെ പ്രാണൻ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും പ്രാണനും ജീവനും രണ്ടാണ്. ജീവൻ എന്ന് പറയുന്നത് ഇത് നിലനിൽക്കുന്നതാണ്, പക്ഷെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് പ്രാണനാണ്. അതുകൊണ്ട് ഭാരതത്തിന്റെ പ്രാണൻ, ആ വിജയത്തിന്റെ, ഇതാരുടെയെങ്കിലും, അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലകൻ പറഞ്ഞത്, ഇതാരുടെയെങ്കിലും പരാജയമല്ല, ആരുടെയും തോൽവിയല്ല, ആരുടെയും നാണക്കേടല്ല, ആരുടെയും വിജയവുമല്ല, ഭാരതത്തിന്റെ പുണ്യമുഹൂർത്തമാണ്, ഭാരതത്തിന്റെ സവിശേഷമായ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും, ഭാരതത്തിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ പ്രാണപ്രതിഷ്ഠ, ഈ ചടങ്ങ് നമ്മളിവിടെ നേരിട്ട് കാണാൻ പോകുന്നു. ഇന്ന് വൈകുന്നേരം ഇവിടെ ഇരിക്കുന്നവരുടെ മാത്രമല്ല, ഈ നാട്ടിലെ സർവ്വ വീടുകളുടെയും പൂജാമുറിയിലും വരാന്തയിലും മതിലുകളിലും എല്ലാം നമ്മൾ ചിരാതോ തിരിയോ കത്തിച്ച് വെച്ച് ഒരു പുതിയ രാമനെ സ്വീകരിക്കുവാൻ എങ്ങനെയാണോ, നിങ്ങൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ടാകുമല്ലോ, അയ്യോ സീതയെ വീണ്ടെടുത്ത് ആ ഭരണഘടനയിൽ, മതേതര ഭരണഘടനയിൽ ഒരു ചിത്രമുണ്ട്, 22 ചിത്രമുണ്ട്. അതിലൊരു ചിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സീതയെ വീണ്ടെടുത്ത് പുഷ്പക വിമാനത്തിൽ വരുന്ന സീതാരാമന്മാരുടെ ചിത്രം നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയിലുണ്ട്, മതേതര ഭരണഘടനയിൽ. ആ വീണ്ടെടുത്ത് വരുന്ന രാമൻ, സീതാരാമന്മാർ അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവിടെ ആശ്രമത്തിലേക്ക് അയോധ്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ വീഥികളുടെ 2 വശങ്ങളിലും ദീപാലങ്കാരങ്ങൾ നടത്തി, അലങ്കാരങ്ങളും ആഘോഷങ്ങളും നൃത്തങ്ങളും, നമ്മൾ കുറച്ചു മുമ്പ് TV കണ്ടില്ലേ, പ്രാർത്ഥനകൾ, ഭജനകൾ, നൃത്തങ്ങൾ, ആട്ടങ്ങൾ, പാട്ടുകൾ, ആഘോഷങ്ങൾ എല്ലാം
എങ്ങനെയാണോ സീതയെ വീണ്ടെടുത്ത് രാമൻ അയോധ്യയിലേക്ക് വന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിലും ഈ ഒരു നൃത്തത്തോട് ദീപാരാധന നടത്തി ഹൃദയത്തിൽ ദീപം കൊളുത്തുക, അതിനപ്പുറം വീടുകളിൽ ദീപം കൊളുത്തുക. രാജ്യം മുഴുവൻ പോരാ, ലോകത്തിൽ 70 രാജ്യങ്ങളിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ നേരിട്ട് കാണാൻ പോവുകയാണ്. 70-ലധികം രാജ്യങ്ങൾ, ലോകം മുഴുവൻ കാണും. പക്ഷെ 70-ലധികം രാജ്യങ്ങളിലെ ഹിന്ദുക്കൾ ഈ പ്രാണപ്രതിഷ്ഠ കാണുമ്പോൾ എല്ലാ വീടുകളിലും ദീപം കത്തിച്ചു വെച്ച് രാമനെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുന്നത് പോലെ, രാമനെ അയോധ്യയിലേക്ക് ആനയിക്കുന്നത് പോലെ, രാമന്റെ ഈ പ്രാണപ്രതിഷ്ഠയോടുകൂടി ഭാരതത്തിന്റെ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴാണോ അധർമ്മം കൊടികുത്തി വാഴുന്നത്, അപ്പോൾ ധർമ്മത്തെ വീണ്ടെടുക്കുവാൻ ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ അങ്ങനെ അവതരിച്ച രാമനിതാ വീണ്ടും അയോധ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. 20 മിനിറ്റ് കൂടി കഴിഞ്ഞെന്നാൽ അയോധ്യയിലേക്ക് രാമൻ പ്രവേശിക്കും. ആ പ്രവേശനം നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രാമന്റെ പ്രവേശനമായി മാറട്ടെ. ആ പ്രവേശനം ഭാരതത്തിന്റെ ധർമ്മരാജ്യത്തിലേക്കുള്ള പ്രവേശനമായി മാറട്ടെ. ആ പ്രവേശനം ലോകത്തിലേക്കുള്ള ഭാരതത്തിന്റെ ഗുരുസ്ഥാനത്തേക്കുള്ള, ഭാരതം ലോകത്തിന്റെ ഗുരുസ്ഥാനത്തേക്കുള്ള പ്രവേശന മാർഗമായി, സഞ്ചാരമായി മാറട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.